ഒറ്റ രാത്രി കൊണ്ട് നിങ്ങളുടെ ബൈക്ക് ഒരു സ്മാർട്ട് ഫോൺ പോലെ ഹാങ് ആയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ഡീപ് ഡൈവിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നോക്കൂ, പെട്രോൾ വണ്ടികൾ മാത്രം നന്നാക്കിയിരുന്ന നമ്മുടെ നാട്ടിലെ സാധാരണ മെക്കാനിക്കുകളുണ്ടല്ലോ, അവരിപ്പോൾ യൂട്യൂബ് നോക്കി ലാപ്ടോപ്പും കോഡിങ്ങുമൊക്കെ പഠിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതെ, അതൊരു വലിയ മാറ്റം തന്നെയാണ്. ശരിക്കും ഈ മാറ്റത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് അവരുണ്ടാക്കിയെടുത്ത പുതിയൊരു സാങ്കേതിക ഭാഷയാണ്. അതായത് ഈ ഉരുട്ടി, പിന്നെ ഹാമർ തുടങ്ങിയ തനി നാടൻ വാക്കുകൾക്കൊപ്പം ഹബ് മോട്ടോർ പോലുള്ള ഇംഗ്ലീഷ് പദങ്ങൾ കൂട്ടിച്ചേർത്ത് അവർ പുതിയൊരു ഭാഷയുണ്ടാക്കിയിരിക്കുന്നു. ഇതിലൂടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ, പ്രത്യേകിച്ച് ഒല S1 Pro, റിവോൾട്ട് RV400 എന്നിവയുടെ മെയിന്റനൻസ് അവർ വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കുകയാണ്. സത്യത്തില് ഈ ഭാഷയിലെ മാറ്റം മാത്രമല്ല കേട്ടോ, വാഹനങ്ങളുടെ നിർമ്മാണത്തിൽ വന്നിരിക്കുന്ന വലിയ മാറ്റങ്ങളും നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഒല S1 Proയുടെ ഡ്രൈവ് ബെൽറ്റുകളുടെ കാര്യം തന്നെ എടുക്കാം. ഇതിന്റെ ആദ്യ ജനറേഷൻ മോഡലിൽ ഡ്രൈവ് ബെൽറ്റ് പൂർണ്ണമായും കവർ ചെയ്ത നിലയിലായിരുന്നു. അതെ. എന്നാൽ ജനറേഷൻ 2ലേക്ക് വന്നപ്പോൾ അവർ ആ ബെൽറ്റ് തുറന്ന രീതിയിലാക്കി. അത് വലിയൊരു പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. പൊടിയും ചെളിയും നേരിട്ട് കയറി ഈ ബെൽറ്റ് പെട്ടെന്ന് കേടാകാൻ സാധ്യതയുണ്ട്. ഓ, അപ്പൊ അത് കുറച്ച് റിസ്ക് ആണല്ലേ? ഉറപ്പായും. ഇനി റിവോൾട്ട് RV400ലേക്ക് വന്നാൽ അവിടെ ബെൽറ്റിന്റെ ടെൻഷൻ 8 മുതൽ 10 മില്ലിമീറ്റർ വരെ ആയിരിക്കണം എന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. പഴയ കാലത്തെ പോലെ വിരൽ വെച്ച് അമർത്തി നോക്കി ടെൻഷൻ അളക്കുന്ന പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല. അതെന്താ അങ്ങനെ? വിരൽ വെച്ച് നോക്കിയാ പോരാ. കൃത്യമായ ഡിജിറ്റൽ ഗേജ് ഉപയോഗിച്ച് തന്നെ ഇത് പരിശോധിക്കണം. അത്രയ്ക്കും കൃത്യത അതിനാവശ്യമാണ്. അതായത് ഈ ബെൽറ്റ് ടെൻഷൻ ശരിയാക്കുന്നത് എന്താ പറയാ, നമ്മുടെ ഒരു ഗിറ്റാർ സ്ട്രിംഗ് ട്യൂൺ ചെയ്യുന്നത് പോലെയാണല്ലേ? കൂടുതൽ മുറുകിയാൽ പൊട്ടിപ്പോകും, എന്നാൽ തീരെ ലൂസായാൽ അതിലെ പല്ലുകൾ ഉരഞ്ഞിട്ടേടാവുകയും ചെയ്യും. കൃത്യമായൊരു ഉദാഹരണമാണത്. ഈ മെക്കാനിക്കൽ കാര്യങ്ങൾ പോലെ തന്നെ പ്രധാനമാണ് ബാറ്ററിയുടെ ഉള്ളിലെ പ്രവർത്തനങ്ങളും. ഒലയുടെ ഫിക്സഡ് ബാറ്ററി സിസ്റ്റത്തിൽ മാസത്തിലൊരിക്കൽ മാത്രം 100% ചാർജ് ചെയ്യാനാണ് നിർദ്ദേശിക്കുന്നത്. വെയിറ്റ്, മാസത്തിലൊരിക്കൽ മാത്രമോ? അതെന്താ അങ്ങനെ? അതിന് പിന്നിലെ കാരണം സെൽ ബാലൻസിംഗ് ആണ്. അതായത് ബാറ്ററിക്കുള്ളിലെ ഓരോ ചെറിയ സെല്ലുകളും പല വേഗതയിലാണ് ചാർജ് തീർക്കുന്നത്. അതിനാൽ മാസത്തിലൊരിക്കൽ മുഴുവനായി ചാർജ് ചെയ്യുമ്പോൾ ഈ സെല്ലുകളെല്ലാം ഒരേ നിലവാരത്തിലേക്കെത്തും. ആഹാ, അത് ബാറ്ററിയുടെ ആയുസ് വർദ്ധിപ്പിക്കുമല്ലേ? അതെ, കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. അതുപോലെ ഓടി വന്ന ഉടനെ ചൂടോടെ വണ്ടി ചാർജ് ചെയ്യാനിടരുത്. ഒരു 15 മുതൽ 30 മിനിറ്റ് വരെ ബാറ്ററി തണുക്കാൻ നമ്മൾ സമയം നൽകണം. അങ്ങനെയാണെങ്കിൽ ഈ റിവോൾട്ടിലെ മാറ്റാവുന്ന ബാറ്ററിയുടെ കാര്യവും, അത് വണ്ടിയിൽ നിന്ന് ഊരിയെടുത്ത് ചാർജ് ചെയ്യാലോ? അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവിടെ വലിയൊരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. റിവോൾട്ടിൽ ബാറ്ററി പ്ലഗ് ഊരുന്നതിന് മുൻപ് അതിനടുത്തുള്ള MCB നിർബന്ധമായും ഓഫ് ചെയ്തിരിക്കണം. MCB ഓഫ് ചെയ്തില്ലെങ്കിൽ എന്തു സംഭവിക്കും? ഉയർന്ന വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്ത് പ്ലഗ് ഊരിയാൽ അവിടെ വലിയ തീപ്പൊരി, അതായത് ഇലക്ട്രിക്കൽ ആർക്കിംഗ് ഉണ്ടാകും. ഇത് സർക്യൂട്ട് പൂർണ്ണമായും കത്തിപ്പോകാൻ വരെ കാരണമായേക്കാം. ശരിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ EV എന്നത് ചക്രങ്ങളുള്ള വെറുമൊരു കമ്പ്യൂട്ടറാണെന്ന് തോന്നുന്നു. നമ്മുടെ ഫോണോ കമ്പ്യൂട്ടറോ ഹാങ് ആകുമ്പോൾ നമ്മൾ റീബൂട്ട് ചെയ്യാറില്ലേ? അതുപോലെ ഈ വണ്ടികൾക്കും ഒരു ഹാർഡ് റീബൂട്ട് ചെയ്യേണ്ടി വരുമോ? ഉറപ്പായും വരും. സിസ്റ്റം കൃത്യമായി പ്രവർത്തിക്കാൻ ഇടയ്ക്ക് റീബൂട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. പക്ഷേ ഇതിലും വലിയൊരു പ്രശ്നം സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. സാധാരണ വണ്ടികളിൽ നമ്മൾ എക്സ്ട്രാ ഹോണോ ലൈറ്റോ വെക്കാൻ വയറുകൾ മുറിക്കാറുണ്ടല്ലോ. അതെ, സാധാരണ എല്ലാവരും ചെയ്യുന്നതാണല്ലോ അത്. എന്നാൽ EVകളിലെ CAN ബസ് സിസ്റ്റത്തിൽ അങ്ങനെ ചെയ്താൽ വണ്ടി എന്നേക്കുമായി ലോക്കായി പോകും. വാട്ട്? എന്നേക്കുമായി ലോക്കാകുകയോ? അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ CAN ബസ് എന്നത് ഈ വണ്ടികളുടെ ഒരു നാഡീവ്യൂഹം പോലെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളൊരു വയർ മുറിക്കുമ്പോൾ അവിടെ ഒരു വോൾട്ടേജ് വ്യത്യാസമുണ്ടാകുന്നു. വണ്ടിയുടെ കമ്പ്യൂട്ടർ ഇത് പെട്ടെന്ന് തിരിച്ചറിയും. അപ്പോൾ അത് ഷോർട്ട് സർക്യൂട്ടാണെന്ന് കരുതുമോ? അതെ, ഒന്നുകിൽ ഷോർട്ട് സർക്യൂട്ടാണെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും വണ്ടി മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നോ കരുതി സുരക്ഷയ്ക്ക് വേണ്ടി സിസ്റ്റം പൂർണ്ണമായും ലോക്ക് ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട്. ബാറ്ററിക്കും മറ്റും IP67 വാട്ടർ പ്രൂഫ് റേറ്റിംഗ് ഉണ്ടെങ്കിലും സർവീസ് സ്റ്റേഷനുകളിലെ ഉയർന്ന പ്രഷറിൽ വെള്ളമടിച്ചു കഴുകാൻ പാടില്ല. അതിപ്പോ IP67 റേറ്റിംഗ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലെന്നല്ലേ എല്ലാവരും കരുതാ? അതാണ് തെറ്റ്. ഹൈ പ്രഷർ വെള്ളം റബ്ബർ സീലുകൾക്കുള്ളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ കേടാകാത്ത രീതിയിലാണ് ഈ റേറ്റിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലാതെ ശക്തിയായി വെള്ളമടിക്കാനല്ല.
ശരിയാണ്. അപ്പോ ചുരുക്കത്തിൽ ഇത്തരം ഇലക്ട്രിക് വാഹനങ്ങളുടെ മെയിന്റനൻസ് കേവലം വർക്ക്ഷോപ്പുകളുടെ മാത്രം ഉത്തരവാദിത്തമല്ല. കൃത്യമായ ടയർ പ്രഷർ നിലനിർത്തുക, ഉദാഹരണത്തിന് റിവോൾട്ടിൽ മുൻവശത്ത് 25ഉം പിന്നിൽ 32ഉം PSI, അതുപോലെ നിർമ്മാതാക്കൾ നൽകുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ അഥവാ OTA അപ്ഡേറ്റുകൾ സമയത്തിന് ചെയ്യുക എന്നിവയെല്ലാം വാഹന ഉടമകളുടെ കൂടെ ചുമതലയാണ്. അതെ, 100%. ഈ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഡ്രൈവിംഗ് അനുഭവത്തിൽ വലിയ മാറ്റമുണ്ടാക്കും എന്ന് തീർച്ചയാണ്. തീർച്ചയായും. ഈ മാറ്റങ്ങളെല്ലാം നമ്മളെ ചിന്തിപ്പിക്കുന്ന വലിയൊരു കാര്യമുണ്ട്. നമ്മുടെ വാഹനങ്ങൾ പൂർണ്ണമായും കമ്പ്യൂട്ടറുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഭാവിയിലെ വർക്ക്ഷോപ്പുകളിൽ മെക്കാനിക്കുകൾ സ്പാനറുകൾക്ക് പകരം ലാപ്ടോപ്പുകളും കോഡിംഗും മാത്രമായിരിക്കുമോ ഉപയോഗിക്കുക? ഈ പുതിയ സാങ്കേതിക മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ.